രാജകുമാരി ഹോളിഡേയ്സ് വേദ ഗ്രൂപ്പ് ഓഫ് കൺസേൺ, അതായത് നമ്മുടെ വയനാടുള്ള വണ്ടിയാണ്. ഓണർ വിഷ്ണു ബ്രോ. മോഡൽ കുറഞ്ഞ വണ്ടി എന്നുള്ള പേരിൽ ഒരുപാടധികം കളിയാക്കി പുച്ഛിച്ചവരുടെ മുന്നിൽ പുത്തൻ വണ്ടി മാറി നിൽക്കുന്ന രീതിക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി കുളത്തി കൊണ്ടുവന്ന വണ്ടിയാണ് നമ്മുടെ രാജകുമാരി ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. വിഷ്ണു ബ്രോ ശരിക്കും മറ്റൊരാളുടെ വണ്ടിയിൽ 4 വർഷത്തോളം ഡ്രൈവർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. ആ സമയത്ത് ഒരു വണ്ടി എടുക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹത്തിൽ കുറേയധികം വണ്ടികളൊക്കെ നോക്കി അങ്ങനെ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു. പക്ഷെ അതൊരു മോഡൽ കുറഞ്ഞ വണ്ടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ വണ്ടി അങ്ങനെ എടുത്ത് കളത്തിൽ കൊണ്ടു. ആ സമയത്ത് ആ നാട്ടിലുള്ള കുറേ വണ്ടിയുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു ഇത് വലിയ മോഡലൊന്നും ഇല്ലാത്ത വണ്ടിയാണ്, ഓട്ടവും കാര്യങ്ങളൊന്നും പോകത്തില്ല, അവരുടെ മോഡൽ കൂടിയ വണ്ടിയുടെ മുന്നിൽ ഇതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഓട്ടവും കാര്യങ്ങളൊക്കെ വെട്ടാനും തുടങ്ങി. അങ്ങനെ ആ ഒരൊറ്റ വാശിക്ക് നേരെ ജോഷി കൊണ്ടുപോയിട്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച് നാട്ടിൽ വന്ന് വയനാട്ടിലെ വിമോസിന്റെ അടുത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് 2 ലക്ഷം രൂപ പുറത്ത് ചെയ്ത് കിട്ടിലവാക്കി കളത്തി കൊണ്ടുവന്നു. ഈ പുച്ഛിച്ച് കളിയാക്കി തള്ളിയവരുടെ മുന്നിൽ നിന്ന് വേറെ ലെവൽ ഓട്ടവും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാൻ തുടങ്ങിയിട്ടുള്ള വണ്ടിയാണ് ഇവിടെ രാജകുമാരി ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് വന്ന സമയത്ത് 2023 ഒരു 14 സീറ്റ് ട്രാവലറും കൂടി എടുത്തു. അതും വേറെ ലെവൽ കിട്ടിലായിട്ടും അത് നല്ല രീതിക്ക് കൂടി. ഈ വർഷം 2025 ആ വണ്ടി കൊടുത്തത് വേറെ ഒന്നിനുമല്ല ഗൈസ്, വേറെ കിട്ടിലിന് ഐറ്റം ലോഡിങ്ങാണ്. അപ്പൊ അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ്. അപ്പൊ പുച്ഛിച്ചവരും കളിയാക്കിയവരും ഒക്കെ വെയിറ്റ് ചെയ്തു, വേറെ ഐറ്റം വരുന്നുണ്ട്.